ഇന്നൊരു ക്രീമി പായസത്തിൻ്റെ റെസിപ്പി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനേ, ഏലക്കായും പഞ്ചസാര ഒന്നും ഇടല്ല, പെട്ടെന്ന് ഉണ്ടാക്കാനേ. പിന്നെ എന്താ നോക്കിക്കണേ, വാ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇട്ട് നമ്മുടെ നട്ട്സൊക്കെ അങ്ങോട്ട് വറുത്തെടുത്തു കേട്ടോ. എൻ്റെ കയ്യിൽ ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് വറുത്ത് ഈ ഒരു കോലാക്കിയിട്ട് അതൊക്കെ വറുത്ത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് അതേ സെയിം നെയ്യിലോട്ട് ഞാൻ സേമിയ ഇങ്ങനെ ഒടിച്ചൊടിച്ച് വെക്കൂലേ, വെച്ചിരുന്നു, അതെടുത്തിട്ട് വറുത്ത് ബ്രൗൺ കളറാക്കി എടുത്തു കേട്ടോ. നല്ലപോലെ വറുത്തെടുത്തിട്ട് അതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അരിച്ച് അതിൽ വെള്ളം വാലാനായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാനൊരു കടായി എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് പാലേ ഒഴിച്ചുള്ളൂ. എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് സേമിയല്ലേ എടുത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ കുറച്ച് പാലേ വേണ്ടി വന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഞാൻ തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഈ നേരം കൊണ്ട് ഞാൻ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തു കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഇത്തിരി പാലൊഴിച്ചിട്ടേ നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഇളക്കിയെടുത്തു. ഇതുപോലെ ഇളക്കിയെടുത്തു. എന്നിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ചട്ടകം വെച്ച് വേഗം തന്നെ ഇളക്കി അതൊന്ന് തിക്കായി വന്നപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, അതിനകത്തോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുത്തു കേട്ടോ. ഓൾറെഡി വെന്തതുകൊണ്ട് ഇനി വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ഞാനത് എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ നട്ട്സൊക്കെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇത് വല്ലാണ്ട് ഞാൻ ക്രീമാക്കിയില്ല, കാരണം സേമിയ പായസം ഓൾറെഡി തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ തിക്കാവും. പിന്നെ ഞാൻ പാൽ അന്വേഷിച്ച് നാട് മുഴുവൻ നടക്കേണ്ടി വരും അതിനകത്തോട്ട് കോരി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ റിസ്ക് എടുത്തില്ല. എന്നിട്ട് ഞാൻ വളരെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ഇട്ടുള്ളൂ. വേറെ ഒന്നും ഉണ്ടല്ല. എൻ്റെ ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ ഇത്തിരി പഞ്ചാര കുറയ്ക്കാൻ. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പഞ്ചാര കുറച്ചിട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തു. എന്നിട്ട് 1 സ്പൂൺ വെച്ച് കോരി തിന്നു. എൻ്റെ പാകത്തിനുള്ള മധുരം തന്നെ കേട്ടോ. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂട്ടിയിട്ടോ, നിങ്ങളുടെ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ.